ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന കോട്ടയം സ്റ്റൈലിലെ ഒരു പിടിയും ബീഫുമാണ്. എല്ലാവരും പിടിയും കോഴിയും ഉണ്ടാക്കുന്നത്, എന്നാൽ ബീഫ് ഒരു വെറൈറ്റി ആണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇത് രണ്ടും കൂട്ടിക്കഴിക്കാൻ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കണം. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. 250 ഗ്രാം മെഷറിംഗ് കപ്പിൽ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ല വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 125 ഗ്രാം അതിൻ്റെ നേർ പകുതി മെഷറിംഗ് കപ്പിൽ ഞാൻ പുട്ടുപൊടി എടുക്കുന്നുണ്ട്. പുട്ടുപൊടി നല്ല മൂക്ക വറുത്തതാണ്. ഇത് രണ്ടും കൂടെ ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മൂത്ത പൊടി ഉപയോഗിച്ചാലേ പിടി ഉണ്ടാക്കുമ്പോഴത്തേക്ക് പൊട്ടിപ്പോകാതെ കട്ടിയായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. 3 കപ്പ് വെള്ളം ഒരു പാനിലൊഴിച്ച് ചൂടായിട്ടുണ്ട്. കൂടുതൽ വെള്ളമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് പിടിക്ക് വേണ്ടിയിട്ട് തന്നെ ബാക്കിയുള്ള വെള്ളം ഉപയോഗിക്കാം. ഒരു 4 ചെറിയ ഉള്ളി ചതച്ചതും അതിൻ്റെ കൂടെ 1 സ്പൂൺ ചെറിയ ജീരകവും ചതച്ചതും ചേർക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് വെള്ളം നല്ല ബോയിലായി വരുന്ന സമയത്ത് നമുക്ക് 1 ക്യൂബ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം നല്ലോണം വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറോ നെയ്യോ ചേർത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് മാവ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളം ഇപ്പം നല്ലോണം ബോയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ മാവിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യണം. ഇട്ട് കുഴയ്ക്കേണ്ട ആവശ്യമില്ല, നല്ല ചൂടായ വെള്ളമല്ലേ. തിളച്ച വെള്ളം ആകുമ്പോഴത്തേക്ക് ആവശ്യത്തിന് വെള്ളമെടുത്ത് മാവിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. ഒട്ടും കട്ട കെട്ടരുത്. ചെറിയ ചൂടിൽ തന്നെ നമുക്കിത് കുഴച്ചും എടുക്കണം. വേഗം വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മാവ് ഒരു പച്ച പോലെ കിടക്കും. ചെറിയ ചൂടിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇനി നമുക്ക് നല്ല മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മാവ് ഇപ്പോൾ കുഴച്ച് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുഴച്ചെടുത്താൽ മാത്രമേ ഉള്ളൂ മാവ് വെന്ത് നല്ല പാകത്തിന് കിട്ടത്തുള്ളൂ. ഇനി ചെറിയ ബോളാക്കി എടുക്കണം. നീളത്തിൽ വേണേലും ഷേപ്പിൽ പിടിക്കെടുക്കാം, പക്ഷെ ചെറിയ ബോളാണ് നല്ലത്, കാരണം നന്നായി വെന്ത് കിട്ടും. ഇനി ഇതെല്ലാം ചെറിയ ബോളാക്കി നമുക്ക് മാറ്റിയെടുക്കാവേ. പിടിക്ക് വേണ്ടിയിട്ടുള്ള ബോളെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തിളച്ച വെള്ളത്തിൻ്റെ ബാക്കിയുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ചേർക്കണം. നല്ല കട്ടിയുള്ള പാൽ തന്നെ ചേർക്കണം. ഇത് 2ാം പാലാണ് ഞാൻ ചേർക്കുന്നത്. ഏകദേശം 1 മെഷറിംഗ് കപ്പിന് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പാലും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ പാലിൽ കിടന്ന് വെന്ത് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ പാല് തന്നെ ഒഴിക്കുന്നത്. പിടിയെല്ലാം ഇട്ടതിന് ശേഷം മൂടി വെച്ച് നമുക്ക് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കണേ. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പം നമ്മുടെ പിടി നല്ല വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ആ തേങ്ങാപ്പാലൊക്കെ അതിൽ പിടിച്ച് നല്ല കുറുകി വരുന്ന പാകമായിട്ടുണ്ട്. ഇതൊട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ 1ാം പാൽ ചേർക്കണം. നല്ല കട്ടിയുള്ള പാല് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതേ മെഷറിംഗ് കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പാല് ചേർത്തതിന് ശേഷം സിം മോഡിലിട്ട് വേണം വേവിക്കാൻ, തിളച്ച് പോകരുത്. എന്നിട്ട് ഇളക്കി കൊടുത്തേച്ചാൽ മതി. പിന്നെ അടച്ചു വെച്ചൊന്നും വേവിക്കണ്ട കേട്ടോ. കുറച്ച് വെള്ളവും കൂടെ വറ്റി നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടണം. അതിന് മുമ്പായിട്ട് 1 സ്പൂൺ ബട്ടറോ 1 സ്പൂൺ നെയ്യോ ചേർത്ത് കൊടുക്കണം. ഓപ്ഷനില്ല, ഉള്ളത് ചേർത്താൽ മതി. ഒരു ടേസ്റ്റിനും മണത്തിനും വേണ്ടിയായി ചേർക്കുന്നത്. ഇപ്പോൾ ബട്ടർ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടും. ഇപ്പം പിടി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറി നമുക്ക് വാങ്ങാം. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതേ പാകത്തിൽ വേണം നമുക്ക് പിടി കിട്ടാൻ. ഒരുപാട് വെള്ളമൊന്നും ആയി പോകരുത്. നല്ല കുറുകി കൺസിസ്റ്റൻസി കിട്ടണം. ഇപ്പോൾ കണ്ട നല്ല കൊഴുകൊഴുപ്പുള്ള കുറുകിയ പിടിയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം.
എയിംസ് കിച്ചൻ്റെ വേറൊരു വീഡിയോ വേറൊരു റെസിപ്പിയായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.